ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ അല്ല, ഉച്ചയായി കേട്ടോ. ഉച്ചയ്ക്ക് റെഡിയാക്കി നിന്നിട്ട് നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. മോന് തൊട്ടിലേക്ക് കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. വണ്ടി വരാൻ നേരം അവനെ എടുക്കാമെന്ന് കരുതി. അതുവരെ അവൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി തൊട്ടേ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലേക്ക് നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാറായപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് 1 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. കാരണം ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും മക്കൾസും ഒക്കെ വണ്ടിയിൽ കയറി പോയി. മോനൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അവനിക്ക് യാത്ര ചെയ്യുമ്പോൾ അവനിങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആറ്റിങ്ങൽ മംഗലപുരത്താണ് കേട്ടോ അവരുടെ വീട്. അപ്പം നമ്മളെന്തായാലും പോകുന്ന വഴിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ജ്വല്ലറിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഉമ്മ മക്കൾസുമായിട്ട് ഇറങ്ങിയില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. കാരണം മഴയായതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ ജ്വല്ലറിയിൽ പോയി ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ഈ ഒരു കമ്മലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇത് സെലക്ട് ചെയ്തു. നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോൾ ആറ്റിങ്ങൽ അങ്ങോട്ടൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നോർമലായിട്ട് ഒരു ഇരുണ്ട് മൂടിയ കാലാവസ്ഥയായിരുന്നു. എങ്കിലും മഴ പെയ്ത ലക്ഷണങ്ങളൊന്നും തോന്നുന്നില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ലേറ്റായി എത്തിയപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. പിന്നെ ചെന്നപ്പോൾ ഇതാണ് കേട്ടോ സിസ്റ്റർ എൻ്റെ മോനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. കാരണം മക്കൾസൊക്കെ ആകെ വിശന്നിട്ട് അലമ്പായി നിന്നതായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനിതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അനിയത്തിയുടെ മോളെ കണ്ട പിന്നെ അവർ 3 പേരും കൂടെ ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ അവർ കളിയും ബഹളവുമാണ്. അങ്ങനെ അവർ ഞങ്ങളെ കൂടെ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. കാരണം ഓണം വെക്കേഷൻ ആണല്ലോ. അപ്പോൾ വെക്കേഷൻ ടൈമിൽ നിൽക്കാനായിട്ട് വരുവാണ്. അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് അവരുടെ വീട്ടിനടുത്തുള്ളൊരു ചിറയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും നിറഞ്ഞു കിടക്കുന്നുണ്ട്. നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ പേടിയും ആവുന്നുണ്ട്. പിന്നെ മുട്ടായിയൊക്കെ തിന്ന് മുഖത്തൊക്കെ ആക്കി വെച്ചുകൊണ്ട് ഒരാളെൻ്റെ മടിയിലിരിപ്പുണ്ട്. പിന്നെ ഒരാളിത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവർ പറയുക ഞങ്ങൾക്ക് ഇനിയും മുട്ടായി വേണമെന്ന്. അങ്ങനെ പിന്നെ ഇനി കല്ലമ്പലത്തെത്തിയിട്ട് പാലൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കട ഇറങ്ങി അതൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഒരു ബേക്കറിയിൽ ഇറങ്ങി ഞാൻ പാലും കുറച്ച് പിള്ളേർക്കുള്ള ബേക്കറി ഐറ്റങ്ങളും ഒക്കെ വാങ്ങി പിന്നെ വണ്ടി കയറി നേരെ തിരിച്ച് വീട്ടിലെത്തി ഗായ്സ്. വീട്ടിലെത്തിയാൽ പിന്നെ ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.